Hi friends, welcome to Commerce Bytes. I hope you people are all doing well. സോ നമ്മളുടെ കേരള സെറ്റ് 2021 എക്സാം അടുത്തെത്തി കഴിഞ്ഞു. August 14th 2021 ആണ് നമ്മളുടെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇന്ന് ജൂലൈ 19th 2021 ആയി. സോ ഇനി അങ്ങോട്ട് നമ്മൾക്കുള്ളത് കഷ്ടിച്ച് ഒരു 20 to 25 ഡേയ്സ് ആണുള്ളത്. സോ ഓരോ മിനിറ്റും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ 12 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 11 പ്ലേലിസ്റ്റ് നമ്മൾ പേപ്പർ 1 ജനറൽ പേപ്പറിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഒരു പ്ലേലിസ്റ്റ് കൊമേഴ്സിന് വേണ്ടിയിട്ടാണ്. സോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം പോർഷൻസ് കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റും. നമ്മളിപ്പോൾ സിംഗിൾ ലൈനേഴ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ഇൻ സിംഗിൾ ലൈനർ എന്ന് പറഞ്ഞൊരു സീരീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ 2018, 2019, 2017, 16 ഓൾമോസ്റ്റ് ഒരു 5 to 6 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സിംഗിൾ ലൈനേഴ്സിലാണ് നമ്മൾ നിങ്ങൾക്ക് ഡേറ്റാസ് തരുന്നത്. ഓക്കെ, സോ അത് നിങ്ങളുടെ ഈസി ആക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ ഈ പോർഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, അപ്പോൾ ഞാൻ ആ ഒരു പോർഷൻ വേണം കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ എന്ന് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സിംഗിൾ ലൈനിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി മെത്തേഡ്സ് ആണ്. കാരണം നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എൻ്റെ സ്റ്റുഡൻറ്റ് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. സോ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളിപ്പോൾ ഈ ഒരു സെക്ഷൻ നോക്കുന്നത്. ഓക്കെ, അതല്ലാതെയുള്ള മറ്റൊരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും, ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻ സിംഗിൾ ലൈനേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും ഇതിനോടൊപ്പം തന്നെ. ഓക്കെ, സോ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് വാല്യൂയിങ് എ മെറ്റീരിയൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ലെസ്. അതാണ് നമ്മൾ പണ്ട് കേട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ് ഉണ്ട്. സോ നമ്മൾക്ക് ആ ഒരു 6 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് നമുക്കൊന്ന് നോക്കാം. റൈറ്റ്, സോ നമ്മളിപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് അല്ലെങ്കിൽ ഫിഫോ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒരു ബ്രീഫിംഗ് തരാം, അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം. ഓക്കെ, സോ ഫിഫോ മെത്തേഡിനും ലിഫോ മെത്തേഡിനും ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. ആ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് MCOMൻ്റെ സെക്ഷൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ നിന്നാണ്. അതിൻ്റെ ഓതേഴ്സ് ശശി കെ ഗുപ്തയും അതുപോലെ തന്നെ അനൂജ് ഗുപ്തയിൽ നിന്നാണ്. ഓക്കെ, സോ വിതൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ആ മെത്തേഡ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന പോലെ തന്നെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്നാണ്. ആദ്യം വരുന്നവർ ആദ്യം ഔട്ട് എന്നുള്ള രീതി നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ആദ്യം വന്നു ആദ്യം പുറത്തു പോകും, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. സോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ദ മെറ്റീരിയൽ റിസീവ്ഡ് ഫസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. ആദ്യം റിസീവ് ചെയ്തവരെയാണ് നമ്മൾ ഫസ്റ്റ് പുറത്താക്കുന്നത്. ഓക്കെ, മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ ആളെയായിരിക്കും നമ്മൾ ആദ്യം പുറത്താക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്താണെന്നുള്ള മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം വരുന്നവർ ആദ്യം ഔട്ട് എന്നുള്ള രീതിയിൽ. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾക്ക് ഇതുപോലത്തെ വലിയ ക്വസ്റ്റ്യൻ നമ്മളുടെ കേരള സെറ്റിൻ്റെ എക്സാമിന് വരില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ കോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇല്ലസ്ട്രേഷൻ 25 ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജാനുവരി 1 ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 500 യൂണിറ്റ്സ് അറ്റ് ₹5 per യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ജാനുവരി 6 പറയുന്നത് എന്താ? പർച്ചേസ് ഓഫ് മെറ്റീരിയൽ 400 യൂണിറ്റ്സ് അറ്റ് 5.25 per യൂണിറ്റ് എന്നാണ്. സോ അപ്പോൾ നമ്മൾ ഫിഫോ മെത്തേഡിൻ്റെ ബോക്സൊക്കെ നമ്മൾ വരച്ചു. ഫസ്റ്റ് റെസിപ്റ്റ്സിൻ്റെ സെക്ഷൻ, ദെൻ ഇഷ്യൂൻ്റെ സെക്ഷൻ ആൻഡ് ലാസ്റ്റ് ബാലൻസ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് 500 യൂണിറ്റ്സ് അറ്റ് ₹5 per യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ? സോ ആദ്യം നമ്മൾ നോട്ട് ഡൗൺ ചെയ്തു. ബാലൻസിൽ 500 യൂണിറ്റ്സിൽ നമുക്ക് എമൗണ്ട് 2500. അതെങ്ങനെയാണ്? 500 ക്വാണ്ടിറ്റി ഇൻറ്റു 5 per യൂണിറ്റ് എന്നുള്ള രീതിയിൽ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള എമൗണ്ടാണ് 2500 ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻ ജനുവരി 6 ആണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ
5.25 പെർ യൂണിറ്റ്, അത് 400 യൂണിറ്റ്സ്. അപ്പോൾ നമ്മളത് എന്താ ചെയ്യേണ്ടത്? റെസിപ്റ്റ്സിൻ്റെ സെക്ഷനിലാണ് ഈ ഒരു പർച്ചേസ് ഓഫ് മെറ്റീരിയൽ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതി 400 ക്വാണ്ടിറ്റിയിലും അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് വന്നത് 2100. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്വാണ്ടിറ്റി 400 ഇൻറ്റു 5.25 എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ ജാനുവരി 8 ആണ്. ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ആണ് 600 യൂണിറ്റ്സ്. ഇവിടെയാണ് നമ്മളുടെ ഗെയിം വരുന്നത്. സോ നമ്മൾ പറഞ്ഞത് എന്താണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ആദ്യം വന്നവർ ആദ്യം പുറത്തേക്ക് പോകും എന്നുള്ള രീതിയിൽ. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാ? 600 യൂണിറ്റ്സ്. 600 യൂണിറ്റ്സിൽ 500 യൂണിറ്റ്സ് ആദ്യം ഓപ്പണിംഗ് ബാലൻസിൽ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ 500 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് വരുന്നത് ₹5 ആണ്. കാരണം നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ജാനുവരി 1 ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 500 യൂണിറ്റ്സ് അറ്റ് ₹5 പെർ യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ, സോ ഇഷ്യൂൻ്റെ സെക്ഷനിൽ നമ്മൾ 500 യൂണിറ്റ്സ് അറ്റ് ₹5 എന്ന് എഴുതുമ്പോൾ അവിടെ നമുക്ക് എത്ര കിട്ടും? 2500 എന്നുള്ളൊരു എമൗണ്ട് കിട്ടില്ലേ? ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് ഇനിയൊരു 100 യൂണിറ്റ്സിൻ്റെ ഒരു ബാക്കി കൂടി ഇല്ലേ? നമ്മളോട് ഇവിടെ ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന യൂണിറ്റ്സ് എത്രയാ? 600 യൂണിറ്റ്സ്. അതിൽ 500 യൂണിറ്റ്സ് നമ്മളിപ്പോൾ ആദ്യം കയറിയത് തന്നെ നമ്മൾ ഫസ്റ്റ് ഇൻ ചെയ്തത് ഫസ്റ്റ് ഔട്ട് ആക്കിയില്ലേ? 500 യൂണിറ്റ്സ് അറ്റ് ₹5 എന്നുള്ളത്. അപ്പോൾ അതാണ് 2500 എന്ന് പറഞ്ഞത്. ഇനി 600 യൂണിറ്റ്സ് ആക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഒരു 100 കൂടി എടുക്കണം. സോ 100ൻ്റെ എടുക്കുമ്പോൾ നമ്മൾ ഏത് റേറ്റാണ് എടുക്കേണ്ടത്? അത് കഴിഞ്ഞ് വന്ന് 500 ആദ്യം കയറി, അത് കഴിഞ്ഞിട്ട് വന്നത് എന്താണ്? പർച്ചേസ് ചെയ്തില്ലേ 400 യൂണിറ്റ്സ്. അപ്പോൾ അതിൻ്റെ റേറ്റ് എത്രയാണ്? 5.25. സോ ബാലൻസ് ഉള്ള ഈ 400ൻ്റെ ഒരു 100 നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ 100 അറ്റ് ₹5.25 എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കും. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള മെത്തേഡ് എന്താണെന്നുള്ള മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ കാരണം നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ കോട്ട് ചെയ്തത്. ഓക്കെ, ഞാൻ ടോട്ടൽ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല. നിങ്ങൾക്കൊരു റഫ് ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഓപ്പണിംഗ് ബാലൻസും പർച്ചേസും അതുപോലെ തന്നെ ഒരു ഇഷ്യൂ ഓഫ് മെറ്റീരിയലും ഞാനിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തത്. ഓക്കെ, നൗ ഇനി നമുക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന മെത്തേഡിലേക്ക് പോവാം. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പേരിൽ പറയുന്ന പോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്ത മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് പറഞ്ഞു വിടുന്നത്. ഓക്കെ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് റിസീവ്ഡ് മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ് ആൻഡ് ദ എൻഡിങ് ഇൻവെൻട്രി കൺസിസ്റ്റ് ഓഫ് ഏർലിയർ അക്വയർഡ് മെറ്റീരിയൽസ്. അതിന് വേറൊരു പേരും കൂടെ വിളിക്കും, റീപ്ലേസ്ഡ് കോസ്റ്റ് മെത്തേഡ് എന്ന് വിളിക്കും. കാരണം ബിക്കോസ് ദ ലേറ്റസ്റ്റ് പർച്ചേസ്ഡ് മെറ്റീരിയൽ വിൽ കറസ്പോണ്ട് ടു ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, എക്സെപ്റ്റ് ദ ഗുഡ്സ് വർ പർച്ചേസ്ഡ് മച്ച് ഏർലിയർ. ഓക്കെ, എന്തുകൊണ്ടാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിനെ വേറൊരു പേര് കൂടി വിളിക്കും എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡാണ്. അത് വിളിക്കാൻ കാരണം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ഇല്ലേ, അത് നമ്മളുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസായിട്ട് എഫക്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെയാണ് അതിനെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ജൂലൈ 1 ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് 800 യൂണിറ്റ്സ് അറ്റ് ₹2.5. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ബാലൻസ് നമ്മളെവിടെ എഴുതണ്ടേ? ബാലൻസ് മെത്തേഡിൽ എഴുതി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ വരുന്നത് ജൂലൈ 8 ആണ്. ജൂലൈ 8 വരുന്ന ട്രാൻസാക്ഷൻ എന്താണ്? പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. പർച്ചേസ് ഓഫ് മെറ്റീരിയൽ എങ്ങനെയാണ്? 900 യൂണിറ്റ്സ് അറ്റ് ₹2.6 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളത് പർച്ചേസിലും എഴുതി. ഇനി നമ്മളോട് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പറഞ്ഞിരിക്കുന്നത് ജൂലൈ 12 ആണ് അല്ലേ? ജൂലൈ 12 ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ. ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ 700 യൂണിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത്? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡിൽ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞു 800 യൂണിറ്റ്സ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ജൂലൈ 8 പർച്ചേസ് ഓഫ് മെറ്റീരിയൽ 900 യൂണിറ്റ്സ്. സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആരാ? പർച്ചേസ് ഓഫ് മെറ്റീരിയൽ 900 യൂണിറ്റ്സ് അറ്റ് ₹2.6 അല്ലേ? സോ നമുക്കിപ്പോൾ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് എത്ര പറഞ്ഞിരിക്കുന്നത്? 700 യൂണിറ്റ്സ്. സോ ഈ 900 യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഇഷ്യൂ ചെയ്യാൻ. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇഷ്യൂ കോളത്തിൽ നമ്മൾ എഴുതും 700 യൂണിറ്റ്സ്. അത് ഏത് റേറ്റിൽ? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള 900 യൂണിറ്റ്സിൻ്റെ റേറ്റിൽ 2.6 എന്ന റേറ്റിൽ നമ്മൾ എഴുതും.
ഓക്കെ, അപ്പോൾ 700 ഇൻറ്റു 2.6 എന്ന് പറഞ്ഞ റേറ്റ് എഴുതുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 1820. കാര്യം വളരെ സിമ്പിളാണ്, റൈറ്റ്? എന്നിട്ട് നമ്മൾ ബാലൻസിൻ്റെ കോളത്തിൽ എങ്ങനെ എഴുതും? ബാലൻസിൻ്റെ കോളത്തിൽ ബാക്കി വരുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ഓപ്പണിങ്ങിൻ്റെ ബാലൻസ് 800ഉം അതുപോലെ തന്നെ നമുക്കിപ്പോൾ പർച്ചേസ് ചെയ്തതിൽ ഇനി ബാക്കിയുള്ളത് എത്രയാണ്? 700 പോയി കഴിഞ്ഞാൽ 200. അപ്പോൾ 800ഉം അതുപോലെ 200ഉം ആയി കഴിയുമ്പോൾ 1000. എന്നിട്ട് ആ രണ്ട് എമൗണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 2250. കാര്യം വളരെ ഈസിയാണ്. എനിക്ക് ഏറ്റവും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടൊരു പോർഷനാണ് ഈ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടും അതുപോലെ തന്നെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടും. ഭയങ്കര ഒരു ത്രില്ലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ആൻസർ കിട്ടുമ്പോൾ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്, റൈറ്റ്? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടും അതുപോലെ തന്നെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൺഫ്യൂസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം വന്നവൻ ആദ്യം പുറത്തു പോകുന്നു. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വന്നവനെ ആദ്യം നമ്മൾ പുറത്തേക്ക് വിടുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഇല്ലസ്ട്രേഷൻ 25 ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു 500 യൂണിറ്റ്സ് 5 rupees. പിന്നെ പർച്ചേസ് 400 യൂണിറ്റ്സും 5.25 വന്നപ്പോൾ നമുക്ക് ഇഷ്യൂ 600ൻ്റെ കേസ് വന്നതുകൊണ്ട് ആദ്യം വന്നവൻ ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ഇല്ലേ അതിൽ 500 യൂണിറ്റ്സിൻ്റെ എമൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. 500 ഇൻറ്റു 5 എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ പർച്ചേസിങ്ങിൽ നമുക്കൊരു 100 കൂടെ മതിയായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ 100 എടുത്തു, റൈറ്റ്? അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ഇല്ലസ്ട്രേഷനിൽ നോക്കിയത് എങ്ങനെയായിരുന്നു? അതിൽ ഇഷ്യൂ വന്നത് 700 ആണ്. സോ ലാസ്റ്റായിട്ട് വന്ന് നിന്നത് 900 യൂണിറ്റ്സ് ആയിരുന്നു ഇഷ്യൂ വന്നത്. സോ അതിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കേണ്ട ആവശ്യമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ, റൈറ്റ്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടും അതുപോലെ തന്നെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡും നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് നല്ല ക്ലിയറായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവറേജ് കോസ്റ്റ് മെത്തേഡാണ്. ആവറേജ് കോസ്റ്റ് മെത്തേഡ് നമ്മൾ പറയുന്ന പോലെ തന്നെ സാധാരണ നമ്മളെങ്ങനെ ആവറേജ് എടുക്കുന്നത്? എല്ലാം കൂടെ ടോട്ടൽ ചെയ്തിട്ട് അത് ഡിവൈഡ് ബൈ എത്ര നമ്പറാണോ നമുക്കുള്ളത് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും, അല്ലേ? സെയിം അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ സിമ്പിൾ ആവറേജ് കോസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കൂ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് 10,000 യൂണിറ്റ്സും അതുപോലെ തന്നെ ഇപ്പോൾ ₹2 per യൂണിറ്റ് അങ്ങനെയാണ് അവർ ഡിവൈഡ് ചെയ്താണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂ? ആദ്യം ഈ 10,000 യൂണിറ്റ്സ് ഇൻറ്റു 2 per യൂണിറ്റ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ 10,000 യൂണിറ്റ്സ് പെർ യൂണിറ്റ് ₹2 per യൂണിറ്റ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് 20,000 കിട്ടി. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് 15 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് ₹3 per യൂണിറ്റ് ആണ്. അപ്പോൾ 15,000 ഇൻറ്റു 3 എന്നുള്ളത് 45,000. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് 20,000 യൂണിറ്റ്സ് പർച്ചേസ്ഡ് അറ്റ് ₹4 per യൂണിറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ അതും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു 80,000 എന്നുള്ളത്. എന്നിട്ട് ഈ 20,000, 45,000 ആൻഡ് 80,000ൻ്റെ ഗ്രാൻഡ് ടോട്ടൽ നമ്മൾ എടുക്കുമ്പോൾ 1,45,000. എന്നിട്ട് ഈ 1,45,000 ഡിവൈഡഡ് ബൈ 3 ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ആവറേജ് കോസ്റ്റ് മെത്തേഡിൻ്റെ മറ്റൊരു മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 10,000 ഇൻറ്റു 2 പ്ലസ് 15,000 ഇൻറ്റു 3 പ്ലസ് 20,000 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 10,000 പ്ലസ് 15,000 പ്ലസ് 20,000 എന്നിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്തത് എങ്ങനെയാണ്? ജസ്റ്റ് അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുത്തു, ഡിവൈഡഡ് ബൈ എത്ര നമ്പറാണോ ഉണ്ടായത് അപ്പോൾ നമ്മൾ ഡിവൈഡ് ബൈ 3 ചെയ്തു. പക്ഷേ ഇവിടെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറയുമ്പോൾ താഴെ നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നു ഇൻ ദ സെൻസ് എത്ര യൂണിറ്റ്സ് ആണ് എന്നുള്ളത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ഫിഫോ മെത്തേഡും അതുപോലെ തന്നെ ലിഫോ മെത്തേഡ് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞു ആവറേജ് കോസ്റ്റ് മെത്തേഡ്. ആവറേജ് കോസ്റ്റ് മെത്തേഡിൽ 2 types ഓഫ് ആവറേജ് മെത്തേഡ് ഉണ്ട്. സിമ്പിൾ ആവറേജ് കോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, ബാലൻസ് നമുക്കുള്ളത് 3 types ഓഫ് മെത്തേഡാണ്. ബേസ് സ്റ്റോക്ക് മെത്തേഡ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്. അത് നമുക്ക് വേഗം ഒന്ന് പറഞ്ഞു പോവാം. സോ ആദ്യം നമുക്ക് ബേസ് സ്റ്റോക്ക് മെത്തേഡ് പറയാം. ബേസ് സ്റ്റോക്ക് മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡിലുണ്ട് ബേസ് ആയിട്ട് ഒരു സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളത്.
In this method, some quantity of material is assumed to be necessary for keeping the concern going. ആ ഒരു കൺസേണിൻ്റെ സ്മൂത്ത് ഗോയിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോക്ക് നമ്മളവിടെ മാറ്റി വയ്ക്കും. ഓക്കെ, ആ ടൈപ്പ് ഓഫ് സ്റ്റോക്കാണ് ബേസ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദ ക്വാണ്ടിറ്റി ഇസ് നോട്ട് ഇഷ്യൂഡ് അൺലെസ് അതർവൈസ് ദർ ഇസ് ആൻ എമർജൻസി. പെട്ടെന്നൊരു എമർജൻസിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ബേസ് സ്റ്റോക്ക് മെത്തേഡ്. എന്നാൽ മാത്രമല്ലേ നമ്മളുടെ ആ ഒരു ബിസിനസ് നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. Okay, so this material which is not issued as is kept in stock as known as base stock. നമ്മൾ അങ്ങനെ വെറുതെ ഒന്നും ഉപയോഗിക്കുന്ന ഒരു സ്റ്റോക്ക് അല്ല ബേസ് സ്റ്റോക്ക്. അത് നമ്മൾ പെട്ടെന്ന് ഒരു ക്രൈസിസ് സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റോക്കാണ് ബേസ് സ്റ്റോക്ക്. ഓക്കെ, സോ ബേസ് സ്റ്റോക്ക് മെത്തേഡ് എന്താണെന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ്. ഞാനിപ്പോൾ എല്ലാം ഒരു 1-2 സെൻറ്റൻസിൽ വേഗം പറഞ്ഞു പോകുന്നതെന്നുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അവയർനെസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച്. ഇനി സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡിൽ പറയുന്നത് ഇഷ്യൂ പ്രൈസ് ഓഫ് മെറ്റീരിയൽ ഇസ് പ്രീ ഡിറ്റർമൈൻഡ് ഓർ എസ്റ്റിമേറ്റഡ് ഇൻ ദ മെത്തേഡ്. നമ്മൾ ഓൾറെഡി എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിച്ചവരാണ് അല്ലേ, സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് പഠിച്ചവരാണ്. അതിലൊക്കെ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ദ സ്റ്റാൻഡേർഡ് പ്രൈസ് ഇസ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ, യൂസേജ് റേറ്റ്, ഹാൻഡിലിംഗ് ഫെസിലിറ്റി, സ്റ്റോറേജ് ഫെസിലിറ്റി എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു പ്രൈസ് നമ്മൾ നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഇനി ലെറ്റ്സ് മൂവ് ടു ദ ലാസ്റ്റ് മെത്തേഡ്, ദാറ്റ് ഇസ് മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്. സോ മാർക്കറ്റ് പ്രൈസ് മെത്തേഡിൽ പറയുന്ന പോലെ തന്നെ പ്രൈസ് ചാർജ് ടു ദ പ്രൊഡക്ഷൻ ആർ നോട്ട് കോസ്റ്റ് ഇൻകേർഡ് ഓൺ ദ മെറ്റീരിയൽ. നമുക്ക് ആ ഒരു കോസ്റ്റ്, ആ മെറ്റീരിയലിലുണ്ടായ കോസ്റ്റ് അല്ല നമ്മളുടെ ആ ഒരു പ്രൈസ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ലേറ്റസ്റ്റ് മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാണോ ആ മാർക്കറ്റ് പ്രൈസിലായിരിക്കും നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് മേ ബി ഐദർ റീപ്ലേസ്മെൻറ്റ് പ്രൈസ് ഓർ റിയലൈസബിൾ പ്രൈസ്. റീപ്ലേസ്മെൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആർ യൂസ്ഡ് ഫോർ ദ മെറ്റീരിയൽസ് വിച്ച് ആർ കെപ്റ്റ് ഇൻ സ്റ്റോക്ക് ഫോർ യൂസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് റിയലൈസബിൾ പ്രൈസ് ആർ യൂസ്ഡ് ഫോർ ദ ഗുഡ്സ് കെപ്റ്റ് ഫോർ റീസെയിൽ. റിയലൈസബിൾ പ്രൈസ് എന്ന് പറയുന്നത് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ദ ഗുഡ്സ് കെപ്റ്റ് ഫോർ റീസെയിൽ. അതുപോലെ തന്നെ ഇപ്പോൾ റീപ്ലേസബിൾ പ്രൈസ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ദ മെറ്റീരിയൽസ് വിച്ച് ആർ കെപ്റ്റ് ഇൻ സ്റ്റോക്ക് ഫോർ യൂസ് ഇൻ പ്രൊഡക്ഷന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന കുറച്ച് മെറ്റീരിയൽസാണ്. ഓക്കെ, സോ മാർക്കറ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ആ ഒരു കറണ്ട് മാർക്കറ്റ്, ലേറ്റസ്റ്റ് മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാണോ അത് നോക്കിയിട്ടാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇപ്പോൾ നമ്മൾ റീപ്ലേസ്മെൻറ്റ് പ്രൈസും അതുപോലെ തന്നെ റിയലൈസബിൾ പ്രൈസും നമ്മൾ നോക്കി. ഓക്കെ, I hope this portion is all clear to you. So ഇതുപോലെ ഇനി നിങ്ങൾക്ക് എടുക്കണം എന്ന് പറയുന്ന ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ you people can mention that. So with this note we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.